ഹായ് ഹലോ, ഇന്നത്തെ വീഡിയോ 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. ഫസ്റ്റ് എക്സാം ആയല്ലോ അല്ലേ? എല്ലാവരും പാഠഭാഗങ്ങളൊക്കെ കണ്ടൻറ്റൊക്കെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഈ സെയിം ക്വസ്റ്റ്യൻ ഒന്നും വരില്ല, പക്ഷേ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്താലേ ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻസൊക്കെ വന്നുകൂടായി ഒന്നും ഇല്ല കേട്ടോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരും. അതൊക്കെ നന്നായിട്ട് കെയർഫുൾ ചെയ്ത് റീഡ് ചെയ്യുക. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ടു 5 റീഡ് ദ പാസേജ് ഫ്രം ദ സ്റ്റോറി എ ഷിപ്പ്‌റെഡ്ഡ് സെയിലർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. അല്ലേ, ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്, അത് റീഡ് ചെയ്തിട്ട് അതിൻ്റെ താഴെ തന്നിട്ടുള്ള ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം എങ്ങനെ കണ്ടെത്താം. My first impression was that I was utterly alone in the middle of the ocean. The ship plugged into an abyss and disappeared. I had no idea what was happening. I took hold my one of the boarding cradles and stupidly began to contemplate the sea. It was a perfectly clear day, except for a choppy waves produced by the wind and the cargo scattered across the surface. There was no evidence of a shipwreck. Soon I began to hear shout nearby through the sharp whistling of the wind. I recognized the voice of Giulio Amada Carabello, the tall, well-built officer who was yelling at someone, "Faster, hold there." അപ്പോൾ ഈ ഒരു പാരഗ്രാഫുമായി ക്വസ്റ്റ്യൻസ് അവിടെ തന്നിട്ടുണ്ട്. വാട്ട് വാസ് ദ നരേറ്റേഴ്സ് ഫസ്റ്റ് ഇംപ്രഷൻ? എന്താണ് ഫസ്റ്റ് ഇംപ്രഷൻ എന്താണ്? ഹി വാസ് അട്ടർലി എലോൺ ഇൻ ദ മിഡിൽ ഓഫ് ദ ഓഷ്യൻ. വാട്ട് ഹാപ്പൻ ടു ദ ഷിപ്പ്? എന്താണ് ഷിപ്പിന് സംഭവിച്ചത്? ദ ഷിപ്പ് പ്ലഗ്ഡ് ഇൻ ടു ആൻ അബീസ് ആൻഡ് ഡിസപ്പിയർഡ്. ഡിസ്ക്രൈബ് ദ ഫിസിക്കൽ അപ്പിയറൻസ് ഓഫ് ജൂലിയോ അമാൻഡർ ഗാർബലിയോ. എന്താണ് ഇങ്ങനെ എഴുതാം നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യന്. ഗാർബിയോ വാസ് ദ ടോൾ വെൽ ബിൽറ്റ് ഓഫീസർ. അല്ലേ, ഈസി ആയിട്ട് നമുക്ക് ആ പാരഗ്രാഫിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ കണ്ടെത്താൻ കഴിയും കേട്ടോ. ഫൈൻഡ് ഔട്ട് ദ വേർഡ് വിച്ച് മീൻസ് സ്പ്രെഡ് റാൻഡംലി. ഏതാണ് ആ വേർഡ്? സ്കാറ്റേർഡ് അല്ലേ. ഇനി വാട്ട് കൈൻഡ് ഓഫ് എ ഡേ വാസ് ഇറ്റ്? അല്ലേ, എങ്ങനെയായിരുന്നു ആ ഡേ? എന്താണ്? ഇറ്റ് വാസ് എ പെർഫെക്റ്റ്ലി അക്രോസ് ദ സർഫേസ്. അല്ലേ, ഇറ്റ് വാസ് എ പെർഫെക്റ്റ്ലി ക്ലിയർ ഡേ ആണ് കേട്ടോ. ഞാൻ റീഡ് ചെയ്തത് മാറിപ്പോയതാണ്. ഇറ്റ് വാസ് എന്താണ് പെർഫെക്റ്റ്ലി ക്ലിയർ, അതാണ് ആൻസർ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇതാണ് നിങ്ങളെ എക്സാമിൻ്റെ മോഡൽ എക്സാം പേപ്പർ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എന്തായാലും നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൻ്റെ ആൻസർ എഴുതാനാവും. ആ പാരഗ്രാഫ് നന്നായിട്ട് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ അതിൽ നിന്ന് കണ്ടെത്താൻ കഴിയും. ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനും കഴിയും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Question 6 to 9 read the lines from the poem from a railway carriage and answer the questions that follow. അല്ലേ, റെയിൽവേ കാരേജ് എന്ന് പറഞ്ഞ പോയിൻസിലെ കുറച്ച് ലൈന് കൊടുത്തിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. നോക്കാം നമുക്ക്. ഫാസ്റ്റർ ദാൻ ഫെയിലിയർ, ഫാസ്റ്റർ ദാൻ വിച്ചേഴ്സ്, ബ്രിഡ്ജസ് ആൻഡ് ഹൗസസ്, ഹെർഡ്സ് ആൻഡ് ditches and charging along like troops in a battle. All through the meadows, the horses and cattle, all of the sides of the hill and the plain, fly as thick as driving rain, and ever again in the wink of an eye, plained stations whistled by. അല്ലേ, അപ്പോൾ ഒരു പോയമിൻ്റെ റെയിൽവേ കാരേജ് പറയുന്ന പോയിംസിൻ്റെ ലൈൻസാണ്. അപ്പോൾ 6th ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ കൊടുത്തിട്ട് വാട്ട് ഈസ് ദ പോയം എബൌട്ട്? എന്താണ്? ട്രെയിൻ ജേർണിയാണ് അല്ലേ, ഒരു ട്രെയിൻ യാത്രയെ കുറിച്ചിട്ടാണ് പറയുന്നത്. വിച്ച് ലൈൻ ഷോസ് ദ ഹൈ സ്പീഡ് ഓഫ് ദ ട്രെയിൻ? അല്ലേ, ഏതാണ്? ഫാസ്റ്റർ ദാൻ ഫെറിയർ അല്ലേ, ഫാസ്റ്റർ ദാൻ വിച്ചേഴ്സ്, അതാണ് വരി. ഇനി പിക്ക് ഔട്ട് എനി 2 pairs ഓഫ് റൈമിംഗ് വേർഡ്സ് ഫ്രം ദ ലൈൻസ് ഗിവൺ. ഏതൊക്കെയാണ് റൈം? ബാറ്റിൽ, കാറ്റിൽ അല്ലേ, പ്ലെയിൻ, റെയിൻ, ഇതൊക്കെ റൈമിംഗ് വേർഡ്സ് ആണ്. ഫൈൻഡ് ഔട്ട് ദ ഇൻസ്റ്റൻസ് ഓഫ് സ്മൈൽ ഫ്രം ദ ലൈൻ ഗിവൺ. ഏതാണ്? ഫ്ലൈ ആസ് തിക്ക് ആസ് ഡ്രൈവിംഗ് റെയിൻ എന്നാണ് ആൻസർ. അപ്പോൾ ഇങ്ങനെ പോയം തന്നാലും അതിൽ തന്നെ ആൻസർ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അടുത്തത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻസും 10 മുതൽ 14 ക്വസ്റ്റ്യൻ വരെ ഒരു പാസേജ് തന്നിട്ടുണ്ട്. അതിന് താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. വൺസ് അക്ബർ ഗിഫ്റ്റഡ് എ വെരി പ്രഷ്യസ് നെക്ലേസ് ടു ഹിസ് ക്യൂൻ വിച്ച് ഷീ കെപ്റ്റ്
safely in her room, but unfortunately one day the necklace was misplaced and the queen was unable to locate it. Then Akbar came to know that not only the necklace but also a few other precious things has gone missing in the past few days from his palace. Unable to resolve the situation, he asked Birbal to help. Birbal brought along a friend of his, a magical donkey, ടു സോൾവ് ദ മൈസ്റ്ററി അല്ലേ. ഇങ്ങനെ പറഞ്ഞിട്ടൊരു പാസേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് അക്ബർ രാജാവ് രാജ്ഞിക്ക് എന്താണ് നെക്ലേസ് കൊടുത്തത് കാണാതായ ഒരു സ്റ്റോറിയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് അക്ബർ ഗിഫ്റ്റ് ടു ഹിസ് ക്യൂൻ? എന്താണ് അക്ബർ ഗിഫ്റ്റ് എ വെരി പ്രഷ്യസ് നെക്ലേസ് ടു ഹിസ് ക്യൂൻ. ഹൂം ഡിഡ് അക്ബർ ആസ്ക് ഫോർ ഹെൽപ്പ്? ആരെയാണ് ഹെൽപ്പ് ചോദിച്ചത്? അക്ബർ ആസ്ക്ഡ് ബിർബൽ ഫോർ ഹെൽപ്പ്. ഹൂ വാസ് ബിർബൽസ് ഫ്രണ്ട്? ആരാണ് ബിർബൽ? ഫ്രണ്ട്സ് വാസ് മാജിക്കൽ donkey. What did Birbal ask each suspect to do? Birbal asked each suspect to go along in the tent and hold the donkey's tail. അല്ലേ? Give a situation title to the story. എന്താണ്? ബിർബൽ ആൻഡ് ഹിസ് ഫ്രണ്ട് അല്ലേ? വേറൊരു സ്യൂട്ടബിൾ ടൈറ്റിൽ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സ്യൂട്ടബിൾ എന്നാട്ടോ ഞാൻ അവിടെ പ്രൊനൗൺസ് ചെയ്ത് ആദ്യം തെറ്റായിരുന്നു. അപ്പോൾ നല്ലൊരു തലക്കെട്ട് കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ബീർബൽസ് ആൻഡ് ഹിസ് ഫ്രണ്ട് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈറ്റിലൊക്കെ കൊടുക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി ഒരു പ്രൊഫൈൽ തയ്യാറാക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഹെഡിങ്, നെയിം ഓഫ് ദി പേഴ്സൺ അല്ലേ? ഏത് ഒരു പേഴ്സണെ കുറിച്ചിട്ടാണ് പ്രൊഫൈൽ നിങ്ങൾക്ക് തയ്യാറാക്കേണ്ടത് അവരുടെ പേര് ഹെഡിങ് ആയി കൊടുക്കുക. പിന്നെ വാസ് ബോൺ എന്നുള്ളത് വാസ് ഓൺ ഇൻ ചേർക്കുക, ഓൺ ഡേറ്റ് ബർത്ത് ചേർക്കുക. പിന്നെ പ്ലേസ് അറ്റ് ഇൻ വെച്ചിട്ട് പ്ലേസ് ഒക്കെ ചേർക്കുക. പിന്നെ എഡ്യൂക്കേഷൻ, ഹി കംപ്ലീറ്റഡ് ഹിസ് എഡ്യൂക്കേഷൻ ഫ്രം എന്ന് പറഞ്ഞിട്ട് എഡ്യൂക്കേഷൻ എന്താണോ അത് കൊടുക്കുക. ABC കോളേജ് തൃശ്ശൂർ ഇൻ കേരള ഒരു എക്സാമ്പിളാണ്. വർക്ക്സ് കൊടുക്കുമ്പോൾ ഈസ് ഫേമസ് വർക്ക്സ് ആർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അവാർഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ റിസീവ്ഡ് മെനി അവാർഡ്സ് ലൈക്ക് എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് ഒരു പ്രൊഫൈൽ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ മൈക്കിൾ ജോസഫ് ജാക്സൻ്റെ ഒരു പ്രൊഫൈൽ തന്നത് എഴുതിയതുണ്ട്. മൈക്കിൾ ജോസഫ് ജാക്സൺ വാസ് ബോൺ ഓൺ 29th August 1958 at Gary, Indian in US. He was a singer, songwriter, dancer and record producer. He was awarded the Grammy Award and American Music Award. He passed away on 25th June 2009. ഇങ്ങനെയാണ് ഒരു പ്രൊഫൈൽ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അടുത്തത് നോക്കാം. 16th കൊടുത്താൽ 16th 17th ആൻസർ ഏതെങ്കിലും ഒന്നിന് ആൻസർ ചെയ്യാൻ പറഞ്ഞിട്ട് വരും. In the story, the mysterious picture child tactfully solved the trouble that he faced in the palace of the Archduke. When Tile reached home, he wrote down his experience in the diary. Write the likely diary entry. അല്ലേ, ഒരു ഡയറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡയറി എഴുതാനും ലെറ്റർ എഴുതാനും കോൺവെർസേഷൻ എഴുതാനൊക്കെ പ്രൊഫൈൽ എഴുതാനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് എക്സാമിനുള്ളത്. അപ്പോൾ അതിലൊക്കെ ചോദിച്ചാൽ അതിൻ്റെ ഫോംസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇവിടെ നമുക്ക് ഒരു ഡയറി എങ്ങനെ എഴുതാം എന്നുള്ളത് നോക്കാം. ഒരു എക്സാമ്പിളായിട്ട് ഇവിടെ ഒരു ഡയറി എഴുതാം നമുക്ക്. Dear diary, what a day it has been, an unforgettable day. I can hardly believe what I went through at the Archduke's palace. When I first arrived, I was confident, but as soon as I saw the curiosities and Archduke himself, I knew I had to be very careful. They were also eager to see what I could do with my painting skills. I began my work, but I quickly realized that the real challenge was not in the courtier were curious and wanted to test me, while Archduke was impatient. But I kept my cool and thought of a plan. Instead of showing them the real painting, I told them that only those who were truly noble and of pure heart could see the picture clearly. This made everyone in the room pretended that they could see the painting perfectly, even though they could not.
They couldn't see anything at all. They all praised my work, afraid to admit that they didn't see what they were supposed to. In the end, I managed to leave the palace with a bag of gold, and more importantly, without getting into any trouble. I have learned that sometimes a little clever thing can save the day. അല്ലേ? അപ്പോൾ ആ പാഠഭാഗം വായിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ കണ്ടൻറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡയറിയും ഒക്കെ എഴുതാൻ കഴിയും കേട്ടോ. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ. വത്സക്കോ ദ മെയിൻ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി എ ഷിപ്പേർഡ് സാലൺ ഹാസ് എ സ്ട്രഗിൾ എ ലോട്ട്സ് ഓഫ് ദ സീ ഓഫ് സർവൈവ്. റൈറ്റ് എ പാരഗ്രാഫ് ഓൺ ദ എക്സ്പീരിയൻസ് ദാറ്റ് വലിസ്കോ ഹാഡ് ഇൻ ദ സീ. അല്ലേ? ആ ഒരു ചാപ്റ്ററിൽ വാലസ്കോ എക്സ്പീരിയൻസ് ചെയ്തതിനെ കുറിച്ചിട്ട്, ആ സീയിലുള്ള സർവീവ്സിനെ കുറിച്ചിട്ട് എഴുതാനാണ്. ഹിൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഒരു പാരഗ്രാഫ് എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. ഇവിടെ ഞാൻ അതിന് പകരമായിട്ട് ഇമാജിൻ വാൽസ്കോ ഒരു ലെറ്റർ എഴുതാനാണ് കേട്ടോ. ലെറ്റർ എഴുതാനുള്ളൊരു ഫോം എക്സ്പീരിയൻസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലെറ്റർ എഴുതാനുള്ളൊരു ഫോമൊക്കെ നിങ്ങൾ പഠിച്ച് വെക്കുക കേട്ടോ. അടുത്തത് നോക്കാം. എന്തായാലും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ലെറ്റർ എഴുതാനൊക്കെ. അപ്പോൾ ആ ഫോമൊക്കെ പഠിച്ച് വെക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ. അതായത് നിങ്ങൾ പഠിച്ച ഏതെങ്കിലും ചാപ്റ്ററിലെ കഥാപാത്രത്തെ കുറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എഴുതാൻ പറ്റും. ഇവിടെ നിങ്ങൾ പഠിച്ച ദ മൈ സ്റ്റോറി മിസ്റ്റീരിയസ് പിക്ചർ എന്ന് പറയുന്ന സ്റ്റോറിയിലെ ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ്, ടൈലിൻ്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ ഒരു എക്സാമ്പിൾ എടുത്ത് തന്നിട്ടുണ്ട്. ടൈൽ അലൻസ്പെറിങ്കൽ വാസ് ദ prominent character in the story The Mysterious Picture, written by Charles D. Coster, who was the father of Bulgarian literature. Tyle was a Flemish painter. He wandered from court to court on his donkey. Of his clothes and appearance attracted everyone's attention. അങ്ങനെ വന്നിട്ട് ആ ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത്. ഈ സെയിം ക്യാരക്ടറിനെ ചോദിക്കണം എന്നില്ല, എന്നാൽ ചിലപ്പോൾ ഇത് ചോദിച്ചുകൂടായും ഇല്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് നിങ്ങൾ പഠിച്ച ചാപ്റ്റേഴ്സിലെ ക്യാരക്ടറൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇനി നിങ്ങൾക്ക് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ദർ ആർ സർട്ടൈൻ എറേഴ്സ് ഇൻ ദ പാസേജ് ഗിവൺ ബിലോ. ദേ ആർ അണ്ടർലൈൻഡ് എഡിറ്റ്. അണ്ടർലൈൻ ചെയ്ത വാക്കുകൾ എന്തൊക്കെയോ തെറ്റുണ്ട്, അത് എഡിറ്റ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ റൈഡ് എന്നുള്ളതിൻ്റെ റൈഡിങ് എന്നാണ്. അതുപോലെ തന്നെ ഈസ് ബി വാസ് ആണത്. ടൈൽ വാസ് ആണ്. ടു എൻ്റർ ദ പ്ലേസ് ആണ്. എൻ്റർ ടു ദ പാലസ് അല്ല. അപ്പോൾ അങ്ങനെയാണ് എഡിറ്റ് ചെയ്തത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ എന്തായാലും വരും എന്നുള്ളത് ഷുവറാണ്. അപ്പോൾ എഡിറ്റ് ചെയ്യാനും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ചെയ്യാനൊക്കെ പഠിക്കാം. ഇനി അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റീഡ് ദ വേർഡ് പിരമിഡ് ഗിവൺ ബിലോ. അല്ലെ? താഴെ പിരമിഡ് കൊടുത്തിട്ടുണ്ട് അല്ലേ? വേർഡ് പിരമിഡ്. ബോയ്, ദ ടോൾ ബോയ് ഇൻ ദ ക്ലാസ്. അല്ലേ? നൗ കൺസ്ട്രക്ട് എ സിമിലർ വേർഡ് പിരമിഡ് യൂസിങ് ദ വേർഡ് ക്യാറ്റ്. അപ്പോൾ ക്യാറ്റിനെ കുറിച്ച് ഇങ്ങനെ ഒരു വേർഡ് പിരമിഡ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ക്യാറ്റ്, ദ ക്യാറ്റ്, ദ ബിഗ് ക്യാറ്റ് ഓൺ ദ വാൾ. അല്ലേ? ഇതൊക്കെ മസ്റ്റായിട്ട് വരും കേട്ടോ. അങ്ങനത്തെ എക്സാമ്പിളൊക്കെ പഠിച്ച് വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.